ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രിൻസിപ്പൽ സർ പത്മകുമാർ സർ, അദ്ദേഹം ബ്രഹ്മകുമാരീസുമായി വളരെയധികം അസോസിയേറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. ഞങ്ങളൊരു പുതിയ സ്ഥലത്തല്ല വന്നിരിക്കുന്നത്, ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം ആലപ്പുഴയിൽ ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററിൽ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരു മഹനീയ വ്യക്തി കൂടിയാണ്. ഇന്ന് നമുക്കിവിടെ ഒരു വാം വെൽക്കം തന്നതിന് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ആദ്യമേ നന്ദി പറയുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. രാജസ്ഥാനിൽ മൗണ്ട് അബു ആണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ. കഴിഞ്ഞ മാസം 27-ാം തീയതി ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ വിങ് ഒരു പ്രോജക്റ്റ് ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു പ്രചരണ യാത്രാ വാഹനം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അവர்கள் രാജ്ഭവനിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് ആ വാഹനം നമ്മുടെ അടുത്തേക്ക് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തിരുവനന്തപുരം മുഴുവനും കവർ ചെയ്ത് ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നടത്തി ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊല്ലം ജില്ല മുഴുവനും ഇതിൻ്റെ ഒരു പ്രചരണ യാത്രയുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം നമുക്കറിയാം നാൾക്ക് നാൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗിക്കുമ്പം ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഉത്തേജനം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഉത്തേജനമല്ല ഉണ്ടാക്കുന്നത്, അത് ടോട്ടലി പെർഫോമൻസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ വ്യക്തിയെ പൊള്ളയാക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം മെഡിക്കൽ വിങ് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലാക്കിയത്, ആയിരക്കണക്കിന് ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കിയതാണ്, അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം അത് യൂസ് ആയിട്ട് മാറും, പിന്നെ അത് മിസ്യൂസ് ആയിട്ട് മാറും, പിന്നെ അബ്യൂസ് ആകും, പിന്നെ അത് ഡിപ്പെൻഡൻസ് ആയി മാറും. ഡിപ്പെൻഡൻസിൻ്റെ സ്റ്റേജ് കഴിയുമ്പോഴാണ് അഡിക്ഷൻ ആയിട്ട് മാറാറ്. അപ്പം ഇതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ് എന്ന് വിചാരിച്ചുകൊണ്ടും ചിലർ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രെയിനിൽ ഒരു പ്ലഷർ സെൻറ്റർ ഉണ്ട്. ആ പ്ലഷർ സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഡോപ്പമിൻ ആണ് ഒരു ഹാപ്പിനെസ് ഹോർമോണാണ്. നമുക്ക് നല്ലൊരു സന്തോഷവും പ്ലഷറും അതിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് നേരെ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിനെ തന്നെയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ടോട്ടലി പറയാം, ഇതൊരു ബ്രെയിൻ ഡിസീസാണ്. അപ്പോൾ ഈ പ്ലഷർ സെൻറ്റർ ആക്ടിവേറ്റ് ആകുന്നതുകൊണ്ട് ഡോപ്പമിൻ റിലീസ് ആകുന്നുമുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സിന്തറ്റിക് പ്രോഡക്ട്സ് ആണ്, ഇതെല്ലാം കെമിക്കൽസ് ആണ്. അപ്പോൾ കെമിക്കൽസ് ഉപയോഗിച്ച് ഇത് ടോട്ടലി ബ്രെയിനിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യം, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് കുറഞ്ഞത് 60 അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് സ്റ്റഡി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ടോട്ടലി ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാർസിനോജൻ ആണെന്ന് പോലും ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ചിലപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് അത് വിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും പല വിഡ്രോവൽ സിംറ്റംസ് അവരുടെ ശരീരത്തിൽ കാണുന്നുണ്ട്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് തന്നെ നമ്മുടെ നാട്ടിൽ എത്രയായിരിക്കുകയാണല്ലേ. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയി 2 മാസം 3 മാസം വരെ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പോലും അവർ മനസ്സിൽ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതി, എത്രയും പെട്ടെന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നാണ്. അപ്പം അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴും വീണ്ടും നേരെ മദ്യത്തിലേക്കാണ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലേക്കാണ് അവർ തിരിയുന്നത്. അപ്പം നമ്മളൊരു ടോട്ടൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളിന്ന് കാണുന്നില്ല. അപ്പം എന്തുകൊണ്ടെന്നാൽ അവർക്കുണ്ടാകുന്ന ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, വിഡ്രോവൽ സിംറ്റംസിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ആ വേണ്ട എന്ന് വിചാരിപ്പം ടോട്ടലി ബ്രെയിന് ഡിസ്ട്രക്റ്റ് ആയി കഴിയുമ്പം അവർക്ക് ഷിവറിങ് ഉണ്ടാകും, വൊമിറ്റിംഗ് ടെൻഡൻസി വരും,
പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അവർ തന്നെ വിചാരിക്കുകയാണ് ഇതെനിക്ക് വേണം, ഇത് കമ്പൽസറിയാണ്. അപ്പം അങ്ങനത്തെ സമയത്ത് ബ്രെയിനിനെ ഹീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്ന രാജയോഗ മെഡിറ്റേഷൻ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. മെഡിറ്റേഷന് അതൊരു സയൻറ്റിഫിക് ടെക്നിക്കാണ്. മെഡിറ്റേഷൻ്റെ റിസർച്ചുകൾ വളരെയധികം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. ഒരു എവിഡൻസോട് കൂടി നമുക്ക് പറയാം, നമ്മുടെ ഒരു വലിയൊരു വിഭാഗം ടീം തന്നെ, ബ്രഹ്മകുമാരീസിൻ്റെ മെഡിക്കൽ ടീം തന്നെ ഇതിൻ്റെ മേൽ റിസർച്ച് നടത്തി. കുറേ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മെഡിക്കൽ വിങ്ങിനെ സമീപിച്ചു. അപ്പോൾ അവരുടെ അനുഭവം പറയുന്നത് ഇതിങ്ങനെ വിട്ടു കഴിയുമ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചത് വിട്ടാലും അവർക്കത് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല ഏതാണ്. അപ്പം അങ്ങനെ ഒരു ടീമിൻ്റെ മേലൊരു സ്റ്റഡി നടത്തി, ഒരു സർവേ നടത്തി, രാജയോഗ മെഡിറ്റേഷൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. രാജയോഗ മെഡിറ്റേഷൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം മെഡിറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ വളരെ ആധികാരികമായിട്ട് അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം, മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ നാച്ചുറലായിട്ട് അവർക്ക് പ്ലഷർ അനുഭവപ്പെടുകയാണ്. ഹാപ്പിനെസ് ഹോർമോൺ താനെ ബ്രെയിനിൽ നിന്ന് റിലീസാവുന്നുണ്ട്, ഡോപ്പമിൻ താനെ റിലീസാവുകയാണ് മെഡിറ്റേഷനിലൂടെ. എത്ര വലിയൊരു നേട്ടമാണെന്ന് നോക്കി. അപ്പം ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെടുകയാണ്. ഞങ്ങളുടെ തന്നെ ബ്രാഞ്ചിൽ ഒരുപാട് ഡോക്ടേഴ്സ് പല പേഷ്യൻസിനെയും പറഞ്ഞു വിടാറുണ്ട്. അഡിക്ഷന് വേണ്ടി മാത്രമല്ല, മറ്റ് പല ശാരീരികമായ രോഗങ്ങൾക്ക് ഒരു പ്രതിവിധി തന്നെയാണ് രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലൊരു അനുഭവത്തിൽ ഒരു വ്യക്തി പറയുമായിരുന്നു, ഞങ്ങളുടെ അവിടെ ക്ലാസ്സിൽ വന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ടോട്ടലി മദ്യത്തിന് അടിമയായിരുന്നു. അപ്പോൾ കുറേ കാലം മദ്യം ഉപയോഗിച്ച് അദ്ദേഹം അത്രത്തോളം അടിമയായിരുന്ന ആളാണ്. മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഡോപ്പമിനും ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ തന്നെ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രത്തോളം അദ്ദേഹത്തിന് അതിലൂടെ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നെസ് അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷം മെഡിറ്റേഷൻ പഠിക്കുന്നതൊക്കെ എൻ്റെ സ്മെല്ല് പോലും അവർക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അത് കാണുന്നത് പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത്രയും ഒരു പോസിറ്റീവ് ചേഞ്ചാണ് രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇന്നത്തെ യൂത്ത്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം യൂത്ത്സും പുറത്തെ സ്ഥലത്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, പേരൻസിൻ്റെ അടുത്ത് നിന്ന് ദൂരെ പോകുന്നു. അപ്പോൾ അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യാണ്. അപ്പോൾ ആ ലോൺലിനെസ്സിന് മൈൻഡ് ഡിപ്രഷനിലേക്ക് പോകാറുണ്ട്. ആ ഡിപ്രഷൻ ലെവലിലും ഡോക്ടേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്, മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. സീറോട്ടോണിൻ അതും ഒരു കെമിക്കലാണ്, നമ്മുടെ ബ്രെയിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പം ഇത് നമുക്ക് മെഡിറ്റേഷനിലൂടെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഡിപ്രഷനിലും മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് അല്പകാലത്തേക്ക് അതിൽ നിന്ന് റിലീസ് കിട്ടും. പക്ഷെ പിന്നെയും സിറ്റുവേഷൻ മാറുമ്പം, ഫ്രണ്ട്സിൻ്റെ പ്രഷർ വരുമ്പം അവർ വീണ്ടും അതിന് അടിമയാകാം. അപ്പം ഇതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമേ അല്ല. പക്ഷെ മെഡിറ്റേഷൻ അവർ പോലും അറിയാതെ ഈ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് അവർ പോലും അറിയുന്നില്ല.